രാജ്യവിരുദ്ധ സിനിമയാണ്, ജസ്റ്റ് എക്സ്ട്രീമിസം ഉണ്ട്, ഇതൊക്കെയായിരുന്നു കുറെ റീസൺ. എവിടെയെങ്കിലും കട്ട് ചെയ്തോ മ്യൂട്ട് ചെയ്തോ പോലും സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല എന്നാണ്. പ്രൈവറ്റ് എന്ന പേരിൽ ഒരു സിനിമ ഇന്ന് റിലീസായിട്ടുണ്ട്. അതിന്റെ അണിയറ പ്രവർത്തകർക്ക് സെൻസർ ബോർഡിൽ നിന്നുണ്ടായ അനുഭവം ശരിക്കും പേടിപ്പെടുത്തുന്നതാണ്. സിനിമയിലെ RNS എന്ന പേരിലുള്ള സംഘടനയുടെ പേര് മാറ്റണമെന്നായിരുന്നു ഒരാവശ്യം. RSSുമായി സാമ്യമുള്ളതാണ് കാരണം. പൗരത്വ ബില്ല് എന്ന പരാമർശവും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടു. അതുപോലെ രാമരാജ്യമെന്നും പറയാൻ പാടില്ലെന്ന് സെൻസർ ബോർഡ് പറഞ്ഞു. ജൂലൈ 24 മറ്റാണ് ഇവിടെ സെൻസറിങ്ങിന് കൊടുത്തത്. അപ്പൊ അന്ന് അവർ മൂവി കണ്ടിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടുത്തെ റീജിയണൽ സെൻസർ ബോർഡ് മൊത്തം സിനിമ റിജക്ട് ചെയ്ത്, അതായത് സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് പോലും തരാൻ പറ്റില്ല എന്നുള്ള നിലയ്ക്ക് സർട്ടിഫിക്കറ്റ് മാറ്റി US സർട്ടിഫിക്കറ്റ് ആക്കി. അങ്ങനെ അവർ പറഞ്ഞൊരു 9 കട്ട്. അപ്പൊ നമ്മൾ കോടതിയിൽ പോകാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു ആദ്യ ഘട്ടം. പിന്നെ അത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ അവസാനം കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായി. ഏതെങ്കിലും സിനിമ പൂർണ്ണമായും യാഥാർത്ഥ്യത്തെ അതേപടി പകർത്തി വെക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് നമുക്ക് മുന്നിലുള്ള അനുഭവങ്ങൾ. ചരിത്രവുമായോ യാഥാർത്ഥ്യവുമായോ ബന്ധമുള്ള സന്ദർഭമോ കഥാപാത്രങ്ങളോ ഉണ്ടെങ്കിൽ പോലും സിനിമയെ സിനിമയായി മാത്രമേ കാണേണ്ടതുള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഇടപെടലാണ് സെൻസർ ബോർഡിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇന്ന് നിയന്ത്രണം സിനിമയുടെ കാര്യത്തിലാണെങ്കിൽ നാളെ മനുഷ്യർ എങ്ങനെ ജീവിക്കണം, എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ലെന്ന് ഭരണകൂടം നിർദ്ദേശിക്കുന്നതും നിർബന്ധം പിടിക്കുന്നതുമായ കാലം അകലെയാവില്ല.